തിരിച്ചാളെ സെറ്റപ്പ് ആണ്. എടാ ഗ്യാപ്പ് ഇട്ടോ, തിരിച്ചാളെ സെറ്റപ്പ് വേണം. സൗണ്ട് ആക്കല്ലേ. വയനാട് വീഡിയോ പാർട്ട് 3. വയനാട്ടിലെ കിടിലൻ സ്പോട്ടുകൾ കാണിക്കുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടുപിടിട്ടാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളെ ഗുഹയെന്ന് ഇറങ്ങിയ ശേഷം നേരെ വന്നത് ബംഗ്ലാവിലേക്കട്ടെ. ഈ ബംഗ്ലാവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് നിർമ്മിത ബംഗ്ലാവാണ് കേട്ടോ. ഈ ഒരു ബംഗ്ലാവ് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണില്ലേ, ഒരു ഹൊറർ വീടുകളൊക്കെ, ഒറ്റപ്പെട്ട ഹൊറർ വീടുകളൊക്കെ, ആ ഒരു സംഭവം എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. പിന്നെ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ രാശിയിട്ട് നമുക്കൊരു കഫേ ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടത്. അതിന് പറ്റിയൊരു ആംബിയൻസ് വ്യൂ ഒക്കെ ഇവിടെ കിട്ടും. റിൻഷ പറഞ്ഞത് ഈ ബംഗ്ലാവിൽ ഇന്ന് രാത്രി നിൽക്കുന്ന ആളുകൾ എത്ര റിയാലടാ? 500 റിയാല്, അതായത് 12,000 റുപ്യ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ചലഞ്ച് ആരും അക്സെപ്റ്റ് ചെയ്യണില്ല. ഞാൻ നിൽക്കാന്ന് പറഞ്ഞു, പക്ഷേ റിൻഷാ വേണ്ടാന്ന് പിന്നെ പറഞ്ഞു. എന്ത് ചെയ്യാണത്, നമ്മൾ നിൽക്കാന്ന് വെച്ചിട്ടും. അങ്ങനെ അവിടുന്ന് ഇറങ്ങി രാത്രി പിന്നെ ഞങ്ങൾ ചിക്കൻ ചുടലൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ അതായത് തിരുനെല്ലി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയോണ്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ സുബീൻ സ്കാരൊക്കെ കഴിഞ്ഞ് ഏകദേശം 6 മണിയായപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ജാക്കറ്റ് ഇല്ലാതെ പോക്ക് എടുക്കൂലട്ടാ. അങ്ങനെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഈ ഒരു സ്പോട്ടിൽ. പിന്നെ ഇവിടെ നല്ല ബോണ്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് കരുതി കയറിയട്ടാ. അങ്ങനെ അവിടുന്ന് ബോണ്ട ചായ കുടിച്ചിറങ്ങിയിട്ട് പിന്നെ ഈ ബോണ്ട എന്നുള്ള പേര് എങ്ങനെ വന്നാറോ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞേക്കാം. പിന്നെ അങ്ങനെ മലയാളത്തിലേക്ക് അത് തർജ്ജമ ബ്രിട്ടീഷുകാർ പോയ ശേഷം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ദേഷ്യം കാരണം ആ വേർഡ് ഒഴിവാക്കിയിട്ട് ബോണ്ട എന്ന് മാത്രമാക്കി. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് പേര് എങ്ങനെ വന്നു. പിന്നെ ഈ ഒരു ആംബിയൻസ് ഒന്ന് ചായ കുടിക്കാൻ ഭയങ്കര രസമായിട്ട്. കാരണം നമ്മളൊരു 10-30 കൊല്ലം ബാക്കൊക്കെ പോയ ഫീൽ ഇട്ടാ നമുക്ക് ഇവിടെ ഈ ഒരു ആംബിയൻസ് ഒന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തിരുനെല്ലി പോകാൻ നിൽക്കുകയാണ്. എന്നിട്ടാ സെറ്റല്ലേ തിരുനെല്ലി? അപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ നോക്കിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിനുള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ കടുവനെ സിംഹത്തിനെ കാണുന്നല്ല പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. രാവിലെ ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഇളം വെയിലത്ത് ഇങ്ങനെ യാത്ര പോകാൻ അത് വേറൊരു ഫീൽ തന്നെ കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു രസം എന്താണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ചില കാര്യം കൊണ്ട് രാവിലത്തേക്ക് മാറ്റിയാട്ടാ. രാത്രി വന്നായിട്ട് നമുക്ക് കൂടുതലായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ റോഡിന്റെ സൈഡിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ഒരു മാൻകുട്ടത്തെ കിട്ടിയിട്ടാ. പക്ഷെ ഞങ്ങളെ വണ്ടിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓലെ കോടി രക്ഷപ്പെട്ടിട്ടാ. സംഭവം ഏതായാലും അടിപൊളി ചെയ്യുന്ന പോലെ കാണാൻ. ഇങ്ങനെ മാൻകുട്ടത്തെ കണ്ടിരിക്കാൻ വേറെ വൈപ്പനാട്ടാ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടു. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ചേങ്കാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ ചേങ്കാടി എന്ന് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഒരു താഴ്വാര പ്രദേശമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഉണ്ടായത്. ഇതാ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത് ആ ഒരു ഒറ്റക്കും. പിന്നെ ആ ഒരു നോക്കിങ്ങൾ പെട്ടെന്ന് കണ്ടോട്ടെ. പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോ എടുത്താട്ടെ. അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവും ഷേക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ എടുത്താൽ മതി. പക്ഷെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എഴുതിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെയൊക്കെ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം. അവിടുന്ന് ഇറങ്ങി ഞങ്ങളൊരു ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോന്നിട്ടാ. പിന്നെ നമ്മൾ വയനാടുള്ള ഒരു മച്ചാനെ കൂടി കാണാൻ പോയിട്ട്. പിന്നെ മച്ചാനെ ഒരു ചാനലിൽ ഇട്ട്. അപ്പോൾ ഓൻ്റെ ചാനലും കൂടി കൊളാബ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ട്. അപ്പോൾ ഓനെ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുകളൊക്കെ കാണുന്നവരെ ബൈ.